നമ്മളിവിടെ കാണുന്നില്ലേ ഈ കെട്ടിയിട്ടിരിക്കുന്നതിൻ്റെ അകത്ത് ഈ കാണുന്നതാണ് രാജാവിൻ്റെ സിംഹാസനം. ഒന്ന് നോക്കുക, ഈ ഭിത്തി മൊത്തം ആയുധങ്ങളാണ് വെച്ചിരിക്കുന്നത്. വാളുകളും തോക്കുകളും പീരങ്കികളും എല്ലാം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തൊക്കെ ഇരിക്കുന്ന തോക്കുകളൊക്കെ കണ്ടോ, ചെറിയ പിസ്റ്റളും ഉണ്ട്, വലിയ AK-47 പോലത്തെ തോക്കുകളും ഉണ്ടോ. പിന്നെ ഇത് നമ്മുടെ ഓപ്പൺ കാർ. ഓ, അന്നൊക്കെ ഇതൊക്കെ ഉണ്ടല്ലേ. ഒരു 10 പേരെങ്കിലും ഇതിൻ്റെ അകത്തിരിക്കും, സുഖമായിട്ടിരിക്കും അല്ലേ. ഓ, രാജാവ് രാജ്ഞിയും കൂടെ പോയതാണോ ഇത്? രാജ്ഞി ഇവിടെ ഇരുന്നിട്ട് ഇത് രാജാവിന്റെ കൊച്ചിന് പോകാനല്ലേ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹൈദരാബാദിലാണ്. ഹൈദരാബാദിൽ ചൗമഹല്ല പാലസിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഹൈദരാബാദിന്റെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ നമ്മൾ ചാർമിനാറിലും മക്ക മസ്ജിദിലും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ചൗമഹല്ല പാലസിന്റെ വിശേഷങ്ങളാണ്. ഞാൻ ജാസ്മിൻ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് 100 രൂപയാണ് എൻട്രി ടിക്കറ്റ് വരുന്നത്. പിന്നെ മൊബൈൽ വീഡിയോ ഫോട്ടോഗ്രാഫിക്ക് 50 രൂപ. അല്ലാതെ വീഡിയോ ക്യാമറയെ കുറിച്ച് എഴുതിയിട്ടില്ല. പിന്നെ ഫോറിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 400 രൂപ. കൊച്ചു കുട്ടികൾക്ക്, അതായത് 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എഴുതിയിരിക്കുന്നത് 40 രൂപയാണ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട് കേട്ടോ. നമുക്ക് ഫ്ലാസ്കിലോ കുപ്പിയിലോ ഒക്കെ എടുക്കാം. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കുറേ ചെടികളൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ പുറത്തുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത്. കുറേ പൂക്കളും ചെടികളും വലിയ വലിയ മരങ്ങളൊക്കെ ആയിട്ട് നല്ല ഒരു ഔട്ട്സൈഡ് വ്യൂ ആണ്. ഇത് കണ്ട, ഈ സ്ഥലത്ത് കുറേ ഫോട്ടോകൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതായത് പണ്ടത്തെ രാജാക്കന്മാരുടെ സ്റ്റൈലിലുള്ള ഡ്രസ്സും അവൈലബിൾ ആണ്. അപ്പോൾ അത് ഇട്ടിട്ട് നമ്മൾ അവരുടെ പോലെ ഫോട്ടോ എടുക്കാം. കുറേ ഡ്രസ്സ് വെച്ചിട്ട് കുറേ ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഏത് ഡ്രസ്സാണോ നമുക്ക് ഇഷ്ടപ്പെട്ടത് അത് മേടിച്ചിട്ട് ഇവിടെ ഒരു സ്റ്റുഡിയോ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പോയിരുന്നു അവർ തന്നെ നമുക്ക് ഫോട്ടോ എടുത്ത് തരും. കുറേ ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാം കാണാൻ നല്ലതാണ്. എന്താ കണ്ടോ, ഒരു പെൺകുട്ടി ഇരുന്ന് ഫോട്ടോ എടുക്കുന്നു. ശരിക്കും സ്റ്റുഡിയോയുടെ ഒരു സെറ്റപ്പിൽ ബാക്കിൽ സ്റ്റുഡിയോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് നമുക്ക് സെലക്ട് ചെയ്യാം. ഫോട്ടോ പിന്നെ ഇതുപോലത്തെ ഫോട്ടോസ് ആയിരിക്കും കിട്ടുന്നത്. കപ്പിൾ ഫോട്ടോസും സിംഗിൾ ഫോട്ടോസും ഒക്കെ എടുക്കാം. അത് ആ സംഭവം എന്തായാലും ഒരു അടിപൊളി സംഭവമായി പോയി കേട്ടോ. ഞാൻ വേറെ പാലസിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല ഇങ്ങനെ ഈ അവർ രാജാക്കന്മാരുടെ ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഇൻട്രസ്റ്റിംഗ് ആയവരുണ്ടാവുമല്ലോ. പിന്നെ ഉള്ളത്, നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു ക്യാൻറ്റീനും പിന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. അതും ഇവിടെ ആണ്. കയറി വരുമ്പോൾ തന്നെ അങ്ങനെ ഒരു സംഭവം കണ്ടത്. മറ്റേത് നമ്മൾ പാലസൊക്കെ ചുറ്റി കറങ്ങി കണ്ട് അങ്ങ് അറ്റത്തൊക്കെ ആയിരിക്കത്തില്ലേ ബാത്റൂമൊക്കെ വരുന്നത്. പിന്നെ പുറത്തോട്ടേക്കുമൊക്കെ അവിടെ നല്ല ഫൗണ്ടനും ഭയങ്കര വലിയൊരു ചെറിയൊരു പോണ്ടും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ കാണുന്നത് ഒരു മ്യൂസിയം ഷോപ്പാണ്. അകത്ത് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒന്നും അലൗഡ് അല്ല. അപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള ആഭരണങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഷെൽഫിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ആഭരണങ്ങൾ നമുക്കിവിടെ നിന്ന് വാങ്ങിക്കാം. ഇതാണ് നമ്മൾ നേരത്തെ കയറി വന്ന സ്ഥലം. പുറത്തുനിന്ന് ടിക്കറ്റ് എടുത്തിട്ട് കയറി വന്നത് ഈ സ്ഥലത്തൂടെയാണ്. ഇതിൻ്റെ 2 ഭാഗത്തായിട്ടും ഇതേപോലെ കോറിഡോറോട് കൂടിയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അതിൻ്റെ നടുഭാഗത്തായിട്ടാണ് ഈ നടുമുറ്റം വരുന്നത്. ഈ ലെഫ്റ്റ് സൈഡിലുള്ള അതേപോലെ തന്നെ ബിൽഡിങ് റൈറ്റ് സൈഡിലും ഉണ്ട്. കണ്ടോ, നമ്മൾ ചൗമഹല്ല പാലസിൻ്റെ അകത്ത് കയറി വന്നപ്പോൾ തന്നെ കണ്ട കാഴ്ച ഇതാണ്. അന്തം വിട്ടുപോയി. ലൈറ്റുകളൊക്കെ നോക്കി എന്തൊരു ഭംഗിയാണെന്നറിയാം അകത്ത് കാണാനായിട്ട്. നമുക്ക് ഇവിടെ നിന്ന് കാണാനേ പറ്റത്തുള്ളൂ. അകത്തേക്കുള്ള പോർഷനിലേക്ക് നമുക്ക് കയറാൻ പറ്റത്തില്ല. നമ്മൾ മൈസൂരൊക്കെ പോയപ്പോൾ കണ്ട പാലസ് ഇല്ലേ, അതുപോലെ തന്നെ ഇവിടെ മറ്റേ ചങ്ങല വെച്ചിട്ട് കെട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് പുറത്ത് നിന്ന് എൻ്റെ കാഴ്ചകൾ കാണാം. എൻ്റെ മുകളിലേക്കൊക്കെ നോക്കേ എന്തൊക്കെ ചിത്രപ്പണികളാണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്നൊക്കെ. അടിപൊളി ഒരു പാലസ്. ഞാൻ ശരിക്കും ഈ ഒരു പാലസിൻ്റെ വീഡിയോസോ അങ്ങനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എനിക്കിത് ശരിക്കും ഒരു പുതിയ അനുഭവമാണ്. നമ്മൾ മൈസൂർ പാലസിലൊക്കെ പോകുന്നതിന് മുമ്പൊക്കെ ആണെങ്കിലും നമ്മൾ പുറത്തു നിന്നുള്ള വീഡിയോസൊക്കെ ആണെങ്കിലും കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ പാലസിലേക്ക് കയറി വരുമ്പോൾ തന്നെ കാണുന്നത് ഈ ലൈറ്റുകളാണ്, ഈ ഹാങ്ങിങ് ലൈറ്റുകൾ. എന്തൊരു ഭംഗിയാണെന്നൊക്കെ. ഇതെല്ലാം കൂടെ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് നല്ല രസമായിരിക്കും കാണാനായിട്ട്. നല്ല പ്രകാശവും ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല പ്രൊജക്റ്റ് നിൽക്കും, ഇതിൻ്റെ ചിത്രപ്പണികളും കാര്യങ്ങളും ഒക്കെ.
ഇത് ഇവിടുത്തെ സുൽത്താൻമാരുടെ ഡീറ്റെയിൽസ് എഴുതിയ, അവരുടെ രാജവംശത്തിന്റെ ഡീറ്റെയിൽസും കൊട്ടാരത്തിന്റെ ഡീറ്റെയിൽസും ഒക്കെ എഴുതിയ ഒരു റൂമാണ്. നമുക്ക് ഇവിടുന്ന് ഇവരുടെ രാജവംശത്തിനെ കുറിച്ച് വായിച്ച് മനസ്സിലാക്കാം. അവരുടെ ജനനം, എന്നാണ് മരിച്ചത്, അവരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവരെന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വോളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അവരുടെ ഫോട്ടോസും വെച്ചിട്ടുണ്ട്. ഫാമിലി ആയിട്ടുള്ള ഫോട്ടോസ്, കൊട്ടാരങ്ങളുടെ ഫോട്ടോസ് എല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമ്മൾ മൈസൂർ പാലസിൽ പോയില്ലേ, മൈസൂർ പാലസിൽ പോയപ്പം അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഇതേപോലെ മൈസൂർ രാജാക്കന്മാരുടെയും അവരുടെ രാജവംശത്തിൻ്റെ ഫോട്ടോസൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൊരു റൂം ഉണ്ടായില്ലേ, അതേപോലെ തന്നെ നമ്മളിവിടെ കയറി വരുമ്പോഴും ആദ്യം കാണുന്നത് അതുപോലത്തെ റൂമുകളാണ്. അതുപോലത്തെ ഫോട്ടോസൊക്കെ ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഉണ്ടോ, ഒസ്മാൻ സാഗർ ഡാം, അവരെന്തൊക്കെയാണോ ചെയ്തത് അതെല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്രധാനപ്പെട്ട എന്തൊക്കെയാണ് ഇവരുടെ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എഴുതിയിട്ടുമുണ്ട്, അത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. ഫോട്ടോസിൻ്റെ അകത്തും താഴെ അവർ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് എന്താണെന്നുള്ളത്. പിന്നെ ഇവിടെ കാണുന്നത് കൊട്ടാരത്തിൻ്റെ മാതൃക ഗ്ലാസിൻ്റെ അകത്ത് ഉണ്ടാക്കി വെച്ചേക്കുക. ഇത് രാജഭരണകാലത്ത് ഉപയോഗിച്ചിരുന്ന നാണയങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്, നാണയങ്ങളും നോട്ടുകളും. ഇത് കണ്ട, ഇത് ഫോട്ടോ അല്ല, ഇത് ചിത്രം വരച്ചേക്കുന്നതാണ്, പെയിന്റിംഗ് ആണത്. ഇത് 7ാമത്തെ നിസാമിന്റെയും അവരുടെ രാജ്യസഭയിലുള്ള പ്രധാനപ്പെട്ട ആൾക്കാരുടെയും ചിത്രമാണ് വരച്ചു വെച്ചിരിക്കുന്നത്. എന്തൊരു ഭംഗിയാന്ന് നോക്കിയാൽ, ഭയങ്കര ഒറിജിനാലിറ്റിയാണ് കാണാനായിട്ട്. അവരുടെ ഡ്രസ്സൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും അതേപോലെ ഇങ്ങനെ തിളങ്ങുന്ന പോലെ നമുക്ക് തോന്നും. ഇത് അകത്താണ്, അതായത് കൊട്ടാരത്തിന്റെ അകത്ത് കാര്യങ്ങൾ നടക്കുന്ന സ്ഥലം. നമ്മൾ നേരത്തെ കണ്ടില്ല ലൈറ്റൊക്കെ ഇട്ടേക്കുന്ന, അതുപോലത്തെ ദർബാർ ഹോള് പോലത്തെ സംഭവമാണിത്. നമ്മൾ മൈസൂർ പാലസിൽ പോയപ്പോഴും മുകളിലൊരു ദർബാർ ഹോള് കണ്ടില്ലേ, കുറേ ലൈറ്റ്സ് ഒക്കെ ഇട്ട്. അപ്പോൾ അവിടെയാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അതിൻ്റെ ഒരു പിക്ചറൈസേഷനാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെ ഹെറിറ്റേജ് ആർട്സിൻ്റെ ഒരു ഹോളാണ്, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ റൂമിലുള്ളത് ഈ പാലസ് ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ പോർട്രേറ്റ്സ് ആണ്. രാജാക്കന്മാരുടെയും ആ രാജസഭയിലുള്ള ആൾക്കാരുടെയും പ്രധാനപ്പെട്ട ആൾക്കാരുടെയും പോർട്രേറ്റ്സ്. ഇതെല്ലാം പെയിന്റിങ്സ് ആണ്, ഫോട്ടോസ് അല്ല കേട്ടോ, ഇതെല്ലാം പെയിന്റിംഗ് ആണ്. ഇവിടെ ഒരു കിളിവാതിലുണ്ട്, നോക്കെ, ഇതിലേക്കൂടെ നോക്കിയാൽ നമുക്ക് പുറത്തുള്ള പൂന്തോട്ടം കാണാം. പിക്ചർ കണ്ടോ, ഇത് 2 കടുവകളെ കൊന്നിട്ട് അതിൻ്റെ മുകളിലിരിക്കുന്ന ഒരു പോർട്രേറ്റ് വരച്ചേക്കുവാണ്. ഇത് കണ്ടോ, ഇവിടെ ഒരു പോർട്രേറ്റ് വെച്ചിട്ടുണ്ട്, അതായത് ഒരു ആനേനെ വെടിവെച്ച് കൊന്നിട്ട് അതിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുത്തേക്കുക. നമ്മൾ നേരത്തെ കണ്ടത് 2 കടുവേനെ കൊന്നിട്ട് അതിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഫോട്ടോ എടുത്തേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പണ്ട് കാലത്തെ ഈ രാജാക്കന്മാർ മൃഗങ്ങളെയൊക്കെ വേട്ടയാടിയിട്ട്, അതായത് വലിയ മൃഗങ്ങളെ, ആന, പുലി, കടുവ അങ്ങനെയുള്ള മൃഗങ്ങളെയൊക്കെ വേട്ടയാടിയിട്ട് അതിൻ്റെ മുന്നിൽ നിന്നൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുക്കുമായിരുന്നു. കാരണം ഇങ്ങനെ വേട്ടയാടുമ്പോഴാണ് അവരുടെ ധീരത കൂടുന്നത്, അല്ലെങ്കിൽ ധീരത തെളിയിക്കുന്നതിൻ്റെ ഒരു സിമ്പലായിട്ടാണ്. പക്ഷേ ഈ ഒരു ഫ്രെയിം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ അമൽ നീരദിന്റെ സിനിമയില്ലേ, ഇയ്യോബിന്റെ പുസ്തകം എന്ന് പറഞ്ഞിട്ട്, അതിൻ്റെ അകത്ത് ഇതേപോലൊരു ഫ്രെയിം ഉണ്ട്. ഇങ്ങനെ ആനേനെ കൊല്ലുന്നതും അതിൻ്റെ മുന്നിൽ നിന്ന് ലാല് ഫോട്ടോ എടുക്കുന്നതുമായിട്ടുള്ള ഒരു ഫ്രെയിം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ചിലപ്പം പുള്ളി അങ്ങനെ ഒരു ഇത് വെച്ചിട്ട് എടുത്തതായിരിക്കാം, ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് എടുത്തതായിരിക്കാം. പണ്ട് കാലത്ത് ധീരത തെളിയിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ചെയ്തിരുന്നു എന്നുള്ളതിൻ്റെ കൺസെപ്റ്റ് വെച്ച് എടുത്തതായിരിക്കും. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ കണ്ട, ഇത് ഹെറിറ്റേജ് ക്രോക്കറി ഡിസ്പ്ലേ ചെയ്തേക്കുന്ന ഒരു റൂമാണ്. പണ്ട് കാലത്ത് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ, ക്രോക്കറി ഐറ്റംസ് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളെല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്.
ഇത് കണ്ടോ, നമുക്ക് ഈ ക്രോക്കറി ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഹോളിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇവിടത്തെ താഴത്തെ ഉള്ള കാഴ്ചകൾ കാണാം. ഇത് ദർബാർ ഹോളാണ്. നമ്മൾ അവിടെ നിന്നാണ് നേരത്തെ കയറി മുകളിലേക്ക് വന്നത്. ആ ലൈറ്റ്സ് ഒക്കെ ഇട്ട സ്ഥലം ദർബാർ ഹോളും രാജാവിൻ്റെ സിംഹാസനവും ഒക്കെ കാണാം ഇവിടെ നിന്നിട്ട്. നമ്മളിവിടെ കാണുന്നില്ലേ ഈ കെട്ടിയിട്ടിരിക്കുന്നതിൻ്റെ അകത്ത് ഈ കാണുന്നതാണ് രാജാവിൻ്റെ സിംഹാസനം. അവിടെ ഇരുന്നുകൊണ്ടാണ് പുള്ളി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഓരോ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതും ഒക്കെ അവിടെ ഇരുന്നുകൊണ്ടാണ്. ഇത് ദർബാർ ഹോളാണ്. അതിൻ്റെ ചുറ്റിലും സദസ്സിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. നമ്മൾ ബാഹുബലിയിലൊക്കെ കണ്ടിട്ടില്ലേ, അതേപോലെ ലെഫ്റ്റിലും സൈഡിലും ഒക്കെ ആൾക്കാരുണ്ടാവും. ഓരോരുത്തർക്കും ഓരോ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ടാവും അവരുടെ ഓരോ പ്രാധാന്യം അനുസരിച്ച്. നമ്മൾ ആ ക്രോക്കറി റൂമിൽ നിന്ന് വേറൊരു റൂമിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതൊരു ആയുധ ശേഖരങ്ങൾ വെച്ചിരിക്കുന്ന റൂമാണ്. അതായത് അസഫ് ജാഹി ഡൈനാസിറ്റിയുടെ, അതായത് അവരുടെ രാജവംശത്തിൽ ഉപയോഗിച്ചിരുന്ന ആയുധ ശേഖരങ്ങളാണ്. ഒന്ന് നോക്കുക, ഈ ഭിത്തി മൊത്തം ആയുധങ്ങളാണ് വെച്ചിരിക്കുന്നത്. വാളുകളും തോക്കുകളും പീരങ്കികളും എല്ലാം വെച്ചിട്ടുണ്ട്. ഇത് യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ ഉള്ള അവരുടെ വസ്ത്രമാണ്. സേനാപതിമാരുടെ, യുദ്ധം ചെയ്യുന്നവരുടെയൊക്കെ വസ്ത്രമാണ്. ഇത് അവരുടെ യൂണിഫോം. ഇതിൻ്റെ അകത്തൊക്കെ ഇരിക്കുന്ന തോക്കുകളൊക്കെ കണ്ടോ, ചെറിയ പിസ്റ്റളും ഉണ്ട്, വലിയ AK-47 പോലത്തെ തോക്കുകളും ഉണ്ടോ. നമ്മൾ ആ ആയുധശേഖരങ്ങളുള്ള റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ ഒരു കോറിഡോർ പോലെ ഒരു സ്ഥലത്തേക്കാണ് വരുന്നത്. ഇവിടെ വെച്ചിരിക്കുന്നുണ്ടോ, പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന അലമാരകളാണ്. അതും ഇരുമ്പിൻ്റെ, ഒരു കേടുപാടുകളും ഇല്ല, അതേപോലെ തന്നെ ഇരിപ്പുണ്ട് കണ്ടോ. അത് കഴിഞ്ഞിട്ട് ആ കോറിഡോറിൽ കൂടെ നമുക്ക് ഈ പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങാം. നമ്മൾ പാലസിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വേറൊരു ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ വിൻറ്റേജ് കാഴ്ചൻ്റെ കളക്ഷൻ എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ കയറി വന്നതാണ്. വന്നപ്പോഴത്തേക്ക് കണ്ണ് തള്ളിപ്പോയി. ഇതിരിക്കുന്നുണ്ട് ഒരു മഞ്ഞ കാറ്, സംഭവം റോൾസ് റോയ്സിൻ്റെ സിൽവർ ഗോസ്റ്റ് എന്ന് പറയുന്ന ഒരു വണ്ടിയാണത്. ഇതിൻ്റെ ഒരു കാഴ്ച കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കാറിനെ പോലെയും തോന്നും, ജീപ്പിനെ പോലെയും തോന്നും, ഒരു പല്ലക്കിനെ പോലെയും തോന്നും. അങ്ങനെ അകത്തോട്ടൊക്കെ നോക്കേ, പല്ലക്കിൽ രാജാക്കന്മാർ പോയില്ലേ, അതേപോലെയും തോന്നും. എന്ത് അടിപൊളിയാന്ന് നോക്കിയാണേ. ഇങ്ങനൊരു വണ്ടി ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടോ. ഇത് 1912 വണ്ടിയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കുറേ വണ്ടികളുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഏത് വണ്ടിയാണെന്നും ഏത് വർഷത്തെ വണ്ടിയാണെന്നും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് വേറൊരു വണ്ടിയാണ്. നേപ്പിയർ ടയർ L7640 HP. ഇത് 1906 വണ്ടിയാണ്. അതും ഭയങ്കര ഫിനിഷിംഗ് ആണ് കേട്ടോ എല്ലാത്തിനും. ഇവർ പെയിൻ്റൊക്കെ ചെയ്ത് നല്ല സെറ്റപ്പ് ആക്കിയിട്ടിരിക്കുക. പിന്നെ ഗ്ലാസ് ഒക്കെ കൊണ്ട് മറച്ചേക്കാണ്. അതുകൊണ്ട് വരുന്നവർക്ക് തൊടാനും ഒന്നും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് കേടുപാടുകൾ കൂടാതെ ഇരിക്കും. ചിലപ്പോൾ ഇടയ്ക്ക് ഇതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ നടത്തുന്നുണ്ടായിരിക്കും. ഇത് 1906 നേരത്തെ കണ്ട പോലെ തന്നെ വണ്ടിയാണ്. നേപ്പിയർ ടൈപ്പ് എന്നാണ് പേര്. ഫോർഡാ? ഓ, ഫോർഡ് ടൂറർ എന്ന് പറയുന്നൊരു വണ്ടിയാണ് ഇത്. ഓ, എന്ത് അടിപൊളിയാണ് കാണാൻ.
ഈ വണ്ടി ഉണ്ടോ 200 ട്യൂറിംഗ് സെഡാൻ ഡീലക്സ് 1952 ഉള്ള വണ്ടിയാണ്. എന്തൊരു നീളമാണെന്നൊക്കെ. എൻ്റെ ടയറിനകത്തൊക്കെ കണ്ടോ എന്തൊരു ഫിനിഷിംഗ് ആണ് ടയറൊക്കെ. എൻ്റെ അകത്ത് ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഓപ്പൺ കാർ. അന്നൊക്കെ ഇതൊക്കെ ഉണ്ടല്ലേ. എല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഒരു കുടുംബത്തിലുള്ള എല്ലാ പേരും ഉൾക്കൊള്ളും. അത്രയ്ക്ക് സൈസ് ഉണ്ട് ആ വണ്ടിക്ക്. ഒരു 10 പേരെങ്കിലും ഇതിൻ്റെ അകത്തിരിക്കും, സുഖമായിട്ടിരിക്കും അല്ലേ. അതെ അവിടെ ബൈക്കൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന്. രാജാക്കന്മാർ നമ്മളെക്കാട്ടി സുഖിച്ചാന്ന് തോന്നി ജീവിച്ചത് കേട്ടോ. പിന്നെ എന്താണ്, രാജാവ് രാജ്ഞിയും കൂടെ പോയതാണോ ഇത്? രാജ്ഞി ഇവിടെ ഇരുന്നിട്ട് ഇത് രാജാവിന്റെ കൊച്ചിന് പോകാനല്ലേ. ഇത് കണ്ടോ, നമ്മൾ വിൻറ്റേജ് കാറുകൾ കണ്ടു കഴിഞ്ഞ് പുറത്ത് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു പല്ലക്ക് കിടക്കുകയാണ്. ആ പല്ലക്കിനകത്ത് നല്ല ഭംഗിയായിട്ട് പെയിൻ്റൊക്കെ ചെയ്ത് ഫിനിഷിംഗ് ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കുഷൻ മാത്രമേ കേടായിട്ടുള്ളൂ. ആ കുഷനാണ് ഇവർ വൃത്തിയാക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ അവർ അകത്തും മെയിൻ്റനൻസ് ചെയ്യുന്നുണ്ടാവും, ആ കാറിൽ മെയിൻ്റനൻസ് ചെയ്യുന്നുണ്ടാവും. അതായിരിക്കും ഇത്രയും ഭംഗിയായിട്ടിരിക്കുന്നത്. അങ്ങനെ ഓരോ വണ്ടികളും ചെയ്തിടുമായിരിക്കും. നമ്മൾ ഈ നിൽക്കുന്ന ചൗമഹല്ല പാലസ് ഇല്ലേ, ഈ ചൗമഹല്ല പാലസിന് 4 കൊട്ടാരങ്ങളെന്നാണ് അർത്ഥം. അതായത് 4 വശത്ത് 4 കൊട്ടാരങ്ങളുണ്ട്. ചൗമഹല്ലത്ത് മീൻസ് 4 കൊട്ടാരങ്ങളെന്നാണ്. അപ്പോൾ നമ്മൾ വരുന്ന സ്ഥലത്ത് 4 ഭാഗത്തും കുറേ ബിൽഡിങ്ങുകളൊക്കെ ഇല്ലേ, അത് 4 കൊട്ടാരങ്ങളാണ്. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ എക്സിബിഷൻ പോലെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് കയറി കാണാം. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഏരിയ ഉണ്ട് കവർ ചെയ്യാനായിട്ട്. നമുക്ക് മൈസൂർ കൊട്ടാരത്തിൽ പോകുമ്പോൾ ഒത്തിരി അറ്റത്തൊട്ടൊക്കെ പോവില്ലേ, അതേപോലെ തന്നെ ഇവിടെയും കുറേ ഏരിയകൾ നമുക്ക് കവർ ചെയ്യാനുണ്ട്. നടന്ന് തീരൂല, അത്രയ്ക്കുണ്ട്. പിന്നെ ഒരുപാട് ഇങ്ങനെ പൂന്തോട്ടങ്ങളും ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലങ്ങളും ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. രാജാക്കന്മാരൊക്കെ ഇവിടെ ഇങ്ങനെ കഴിഞ്ഞിരുന്ന കാലത്തെക്കുറിച്ചൊക്കെ നമുക്ക് ശരിക്കും ആലോചിച്ച് പോകട്ടെ. ഇവിടെ നമുക്ക് അങ്ങനെ ഒരു കാലം സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ലല്ലേ. പക്ഷേ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു കൊട്ടാരത്തിലൊക്കെ വരുവാണെങ്കിൽ നമ്മൾ അവരുപയോഗിച്ചിരുന്ന സാധനങ്ങളും എല്ലാം കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ ഒരു കാലം ഇവിടെ ഉണ്ടായിരുന്നു എന്നും അവരെങ്ങനെയാണ് ജീവിച്ചിരുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വരും. അത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. 4 കൊട്ടാരങ്ങളെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ അകത്ത് ഒരു കൊട്ടാരം ഇതാണ് കേട്ടോ, ഇതിൻ്റെ ബാക്കിൽ കാണുന്നതായിട്ട്. അങ്ങ് ചുറ്റിലും നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങ് വരെയും കൊട്ടാരങ്ങളുടെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങ് അറ്റത്തും കണ്ട അവിടം തൊട്ട് തുടങ്ങുന്നതാണ്. അവിടം തൊട്ട് തുടങ്ങി ഇങ്ങനെ വന്ന് ഇവിടെയും കൊട്ടാരങ്ങളുണ്ട്. പിന്നെ ഇവിടെ ഇരിക്കാനുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇത് പണ്ട് കാലത്ത് ഹൈദരാബാദ് നൈസാമുമാരുടെ കൊട്ടാരമായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഇത്രയും കൊട്ടാരങ്ങളാണുള്ളത്. ചൗമഹല്ലത്ത് 4 എന്ന് പറഞ്ഞില്ലേ, അഫ്സൽ മഹൽ, അഫ്താബ് മഹൽ, മെഹ്താബ് മഹൽ, തെഹിനിയാത്ത് മഹൽ, പിന്നെ ഉള്ളത് വിൻറ്റേജ് കാർ. ഇത്രയും സാധനങ്ങളാണ് ഇവിടെ കാണാനുള്ളത്. നമ്മൾ കയറി വരുമ്പോൾ അറിഞ്ഞില്ല കേട്ടോ ഇത്രയും സാധനങ്ങളുണ്ട് എന്നുള്ളത്. ഒത്തിരി സാധനങ്ങൾ കാണാനുണ്ട്. നല്ല വെർത്താണ് ഈ സ്ഥലം നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടാ, ഇത് പുളിമരവാ. ഇതിൻ്റെ ഷേപ്പിൽ വെട്ടി നിർത്തിയിരിക്കുന്നത് കണ്ടാ, എന്ത് ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിങ്ങനെ സൈഡിൽ നിന്ന് വെട്ടി മുകളിലേക്ക് കൊണ്ടുപോയേക്കോ. വലിയൊരു പുളിമരമാണ്. അപ്പോൾ നമ്മുടെ ചൗമഹല്ല പാലസിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഹൈദരാബാദ് വീഡിയോ തീർന്നിട്ടില്ല. ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ഒരു ലൈക്ക് തരണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.